എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നാണെങ്കിൽ ഓലൻ്റെ റെസിപ്പി ആണെങ്കിൽ കണ്ടാലോ. ഓലൻ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. ഞാൻ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്ന പോലെയല്ല, ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. പൊടികളോ അങ്ങനെയൊന്നും ആവശ്യമില്ല. നമുക്ക് ഇതാ വന്നു എന്ന് പറയുന്ന സമയം കൊണ്ട് നമുക്ക് ഓലനാണെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഓലിന് വേണ്ടി നമുക്ക് വൻപയറാണെങ്കിൽ ഒന്ന് വേവിക്കാൻ വെക്കാം. വൻപയർ ഞാനാണെങ്കിൽ വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. നമ്മൾ ആ സെയിം ടൈമിൽ തന്നെ കുക്കറിലാണെങ്കിൽ ഒരു 5-6 വിസിൽ അടുപ്പിച്ചെടുത്തു. കാരണം അതൊന്ന് വെന്ത് കിട്ടേണ്ടതുകൊണ്ട്. ഇപ്പം നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്, ഒരു 5-6 മണിക്കൂറൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണെങ്കിൽ സാധാരണ ഒരു പാത്രത്തിലാണെങ്കിൽ വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ടൊന്ന് വേവിച്ചെടുത്തേച്ചാൽ മതിയായിരുന്നു. ഇത് ഞാൻ വെള്ളത്തിലൊന്നും ഇട്ട് വെക്കാഞ്ഞത് കൊണ്ട് കുക്കറിലാണെങ്കിൽ ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിക്കാൻ എടുത്ത് വെച്ചു. അപ്പോൾ നമ്മുടെ ഇത് വൻപയറൊക്കെ ആണെങ്കിൽ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു പച്ചമുളകോ 1.5 മുറി പച്ചമുളകിൻ്റെ ആവശ്യമുള്ളൂ. എരിവില്ലാത്തതാണെങ്കിൽ ഒരു 3 പച്ചമുളകാണ് ഞാനിട്ട് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല, അതിൻ്റെ ഒരു പകുതി എടുത്തിട്ടുള്ളൂ. അത് കാരണം കൊണ്ട് പയറാണെങ്കിലും അതിൻ്റെ ഒരു നമ്മൾ റെഡിയാക്കിയതിൻ്റെ പകുതി കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കുമ്പളങ്ങയും അതുപോലെ തന്നെ ഈ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒഴിച്ചേക്കുന്നത് വെച്ചാൽ തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലെന്ന് വെച്ചാൽ തേങ്ങാ പൗഡർ ആണെങ്കിൽ കലക്കിയതാണ്. തേങ്ങാപ്പാൽ ഫ്രഷായിട്ട് കിട്ടാൻ പറ്റാത്തവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു പൗഡർ യൂസ് ചെയ്ത് വെച്ചാൽ മതി. ടേസ്റ്റിനൊന്നും ഒരു കുറവും വരത്തില്ല. അപ്പോൾ അതിൽ കുറച്ചും പിന്നെ അതുപോലെ തന്നെ വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു കുമ്പളങ്ങ നമ്മൾ വേവിക്കാൻ വെക്കുന്നത്. അതിനൊപ്പം തന്നെ ആണെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് ആദ്യമാണെങ്കിൽ ഇതൊന്ന് തിളച്ച് കിട്ടിയിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു പകുതി വേവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ചാണെങ്കിൽ തേങ്ങാപ്പാൽ നമ്മൾ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കാണെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഈ കുമ്പളങ്ങ വെന്ത് വരുന്ന ഒരു താമസമേ ഉള്ളൂ. അപ്പോൾ നേരത്തെ തന്നെ നമ്മളാണെങ്കിൽ പയറൊക്കെ വേവിച്ച് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കണം. ഇതുണ്ട്, നമ്മൾ അധികം പൊടികളോ ഒന്നും നമ്മൾ ഈ ഒരു ഓലനിൽ ഇടുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ പയർ കൂടാണെങ്കിൽ ചേർത്ത് കൊടുത്തു. ഈ കുമ്പളങ്ങയൊക്കെ വെന്ത് വന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഇതിനകത്തിലാണെങ്കിൽ തേങ്ങാപ്പാലും കൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു തുള്ളി വെളിച്ചെണ്ണ കൊണ്ടാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കി വന്ന മൊത്തം ആണെങ്കിൽ ഒത്തിരി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കുറച്ച് ഒഴിച്ച് നമുക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്കിതൊന്ന് വാങ്ങിയെടുത്ത് വെക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തെടുത്തത്. അപ്പോൾ ഓലനാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കൂ. നിങ്ങളിങ്ങനെയാണോ തയ്യാറാക്കുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. ഇങ്ങനെ അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകണ്ട. ഓണം അടിപൊളിയാക്കാം. നമുക്ക് കുറേ വിഭവങ്ങളായിട്ടുണ്ട് ഇപ്പം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. പുതിയ നല്ല വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ.